നരേന്ദ്രമോദി, അരവിന്ദ് കെജ്രിവാൾ, പ്രിയങ്ക ഗാന്ധി പ്രധാന നേതാക്കളെല്ലാം കൊട്ടിക്കലാശ ദിവസം പ്രചാരണം നയിച്ചു. മുഖ്യമന്ത്രി അതിഷിയുടെ മണ്ഡലത്തിൽ കെജ്രിവാൾ നടത്തിയ റോഡ് ഷോ AAPയുടെ ശക്തി പ്രകടനമായി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ഗുരുതര ആരോപണം കെജ്രിവാൾ ഉന്നയിച്ചു. ആം ആദ്മി പാർട്ടിക്ക് പരാജയ ഭീതിയെന്ന് മറുപടി നൽകിയ BJP വലിയ വിജയപ്രതീക്ഷയിലാണ്. ഡൽഹി മദ്യനയ അഴിമതിയിൽ തുടങ്ങി മാലിന്യ പ്രശ്നം ഉൾപ്പെടെ ആയുധമാക്കിയ BJP ഒടുവിൽ ആദായ നികുതി ഇളവ് വോട്ട് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു. देश का विकास कितनी तेजी के साथ किया, इसके पहले कभी ऐसा विकास नहीं हुआ है. राज्यों का विकास भी कितनी तेजी के साथ हो रहा है. राज्यों का विकास यदि न होता तो हम कैसे कह सकते थे कि सारे देश का विकास तेजी के साथ हो रहा है. എന്നാൽ സൗജന്യ വൈദ്യുതിയും വെള്ളവും മൊഹല്ല ക്ലിനിക്കുമെല്ലാം കെജ്രിവാളിനെ ജനകീയനാക്കി നിലനിർത്തുന്നു. पानी बत्ती और लेडीज फ्री जाती है. हाँ, और क्या नहीं होता, गरीब आदमी क्या नहीं होता है. चौथी बार केजरीवाल. हाँ, केजरीवाल आपकी बार. हाँ, बिल्कुल पक्का. വോട്ട് ശതമാനം ഉയർത്തി 1 ഡസൻ സീറ്റുകളിലെങ്കിലും വിജയിക്കാനാണ് കോൺഗ്രസ് കിണഞ്ഞു ശ്രമിച്ചത്. രാഹുലും ഖാർഗെയും പ്രിയങ്കയുമെല്ലാം പ്രചാരണത്തെ ശക്തമാക്കി. ഇവിടെ കുറെ മലയാളികളില്ലേ, അവരൊക്കെ കെജ്രിവാളിന്റെ ആൾക്കാരാണോ കൂടുതലും? കോൺഗ്രസിനും BJPക്കും കുറവാ. അല്ലെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ എഴുതി വെച്ചോ. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.